പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഒന്ന് ഡൽഹിയിലേക്ക് പോയാൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായേക്കും. CJP സമരത്തിന് നേരെയുണ്ടായ പെല്ലറ്റ് ഗൺ പ്രയോഗത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ സഭയിലെത്തി വിശദീകരണം നൽകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ അവഗണിച്ച് ബില്ലുകൾ അവതരിപ്പിക്കാനും പാസാക്കാനുമാണ് സർക്കാരിന്റെ നീക്കം. അതേസമയം വീണ്ടും റീലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. പാർലമെന്റ് പാസാക്കിയ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പരീക്ഷാ സമ്പ്രദായം കൂടുതൽ കരുത്തുറ്റതാക്കുമെന്ന് വീഡിയോയിൽ പറയുന്നു. ഓൺലി വീഡിയോ, നോ പാർലമെന്റ്. विश्वस्त परीक्षा पद्धति, इसके लिए हम लगातार एक के बाद एक कदम उठा रहे हैं. टास्क फोर्स की रचना हो, राज्यों के सुझावों को ध्यान में लेना हो, हर राज्य और केंद्र सरकार इस प्रकार की पेपर लीक की परेशानी झेल रहा है. सभी राज्यों में भी और केंद्र में भी शिक्षा पद्धति में सुधार अनिवार्य हो गया है. और साथ साथ फिर से कोई पेपर माफिया, पेपर लीक करने वाली गैंग, देश के बच्चों के भविष्य के साथ खिलवाड़ करने वाली गैंग, उनको बख्शा नहीं जाएगा. हम संसद में बिल लेकर के गए थे. दोनों सदनों ने इस कठोर कानूनों वाले, प्रावधानों वाले इस बिल को पास कर दिया है. हम ऐसी परिस्थितियों को लंबे समय तक नहीं चलने देंगे. इस विश्वास के साथ साथियों, आइए हम सब मिल करके विकसित भारत के स्वप्न को पूर्ण करने के लिए कंधे से कंधा मिलाकर के चलें. बहुत बहुत धन्यवाद. പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ പാർലമെന്റിന്റെ ഒരു സെഷനിലും എത്തിയില്ല കേട്ടോ. പ്രധാന ചോദ്യങ്ങൾ ഉയർത്തിയ ഒരു വേളയിലും ഈ പ്രധാനമന്ത്രിയുടെ ഈ സെൽഫി വീഡിയോയെ പരിഹസിച്ച് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയും രംഗത്ത് വന്നു. വീഡിയോയിലെ മോദിയുടെ ചർമ്മം രാജ്യത്തിന്റെ ഭാവിയേക്കാൾ തിളക്കമുള്ളതെന്നാണ് പരിഹാസം. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, നമ്മുടെ പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ണും നട്ടിരിക്കണം. രാത്രിയാകുമ്പോഴേക്കും വീഡിയോയുമായി നമ്മുടെ പ്രധാനമന്ത്രി പ്രത്യക്ഷപ്പെടുമായിരിക്കും എന്ന് കരുതിയിരിക്കേണ്ട അവസ്ഥയിലായി. പാർലമെന്റുണ്ട്, ലോക്സഭയിലെത്തി സംസാരിക്കാം, രാജ്യസഭയിലെത്താം. ഇവിടെയൊന്നും പ്രധാനമന്ത്രി എത്തുന്നില്ലെന്ന് മാത്രമല്ല, വീഡിയോയിൽ മാത്രമേ പ്രധാനമന്ത്രിയുടെ ദർശനമുള്ളൂ ഇത്രയും ദിവസമായിട്ട്. അതാണോ അഭിജിത് ദീപ്കെ കളിയാക്കിയത്? അങ്ങനെ തുടർച്ചയായിട്ട് അല്ലേ 4ാമത്തെ വീഡിയോയുമായിട്ടാണ് പ്രധാനമന്ത്രി വന്നിരിക്കുന്നത്. എന്താണ് വീഡിയോയിൽ പറയുന്നത്? എന്താണ് CJPയുടെ അതിനോടുള്ള പ്രതികരണം? അരുൺ പറഞ്ഞത് തന്നെയാണ്. ഈ ബില്ലുകൾ പാസാക്കിയതിന് ശേഷം പ്രധാനമന്ത്രി അർദ്ധരാത്രി നരേന്ദ്രമോദി ഇൻസ്റ്റഗ്രാമിൽ എത്തിയിരിക്കുകയാണ്, റീലുമായി എത്തിയിരിക്കുന്നു എന്നതാണ്. റീലിൽ പറയുന്നത് 2 സഭകളും ഈ ബില്ല് പാസാക്കിയിട്ടുണ്ട്. ഒരുമിച്ച് ഒറ്റക്കെട്ടായി വികസിത ഭാരതത്തിനു വേണ്ടി മുന്നേറണം. ചോദ്യപേപ്പർ ചോർച്ച സംഘങ്ങളെ ഒരിക്കലും വെറുതെ വിടില്ല. നീതി ഉറപ്പാക്കുന്ന ബില്ലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ലോക്സഭയിലും രാജ്യസഭയിലും പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാസാക്കിയതിന് പിന്നാലെ രാത്രിയോടെ പാസാക്കുന്നു. അതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെൽഫി വീഡിയോയുമായി വീണ്ടും രംഗത്തെത്തുന്നു. വലിയ വിമർശനം CJPയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറയുന്നത് വീഡിയോയിലെ മോദിയുടെ ചർമ്മത്തിന്റെ തിളക്കം രാജ്യത്തിന്റെ ഭാവിയേക്കാൾ തിളക്കമുള്ളതല്ലേ എന്ന ചോദ്യം അഭിജിത് ദീപ്കെ പരിഹാസത്തോടെ ചോദിക്കുന്നു. 2024 ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായപ്പോഴും ഇതേ വാചകങ്ങൾ തന്നെയാണ് മോദി പറഞ്ഞത്. ഒരു മാറ്റവും ഉണ്ടായില്ലല്ലോ, ഇനി കാത്തിരുന്ന് കാണാം ബില്ലിന്റെ കാര്യത്തിൽ എന്ന പരിഹാസം CJP ഔദ്യോഗികമായി പ്രതികരണവും നൽകിയിട്ടുണ്ട്. ഏതായാലും മോദിയുടെ 4ാമത്തെ വീഡിയോ വന്നിരിക്കുന്നു. പാർലമെന്റിൽ 2 പേരും എത്തിയില്ല. പ്രധാനമന്ത്രിയും എത്തിയിരുന്നില്ല, അമിത്ഷാ ആഭ്യന്തരമന്ത്രിയും എത്തിയിരുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ KC വേണുഗോപാൽ അടക്കം അത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട ബില്ലാണെങ്കിൽ ഈ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ബിൽ, ആ ചർച്ചയിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സംസാരിച്ചില്ല എന്ന ചോദ്യമുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നു. അതൊരു ഇൻസ്റ്റഗ്രാം റീലിലൂടെയാണെന്ന് മാത്രമാരും. അതാണ് എനിക്ക് മനസ്സിലാവാത്തതും ആദിൽ പാലോട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും മനസ്സിലായോ? നമ്മുടെ പാർലമെന്റിന്റെ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു. പാർലമെന്റ് സെഷനിലാണ്. ആ പാർലമെന്റിൽ ലോക്സഭയിൽ വന്ന് മറുപടി പറയേണ്ട പ്രധാനമന്ത്രി പാർലമെന്റിലും ലോക്സഭയിലും വരാതെ റീലിട്ട് കളിക്കുകയാണ്. 4ാമത്തെ റീലോ മറ്റോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പകൽ വെളിച്ചത്തിൽ ലോക്സഭയെ അഭിമുഖീകരിക്കാൻ എന്താണ് പ്രധാനമന്ത്രിക്ക് ഇത്ര ടെൻഷൻ? എന്തിനാണ് ഈ രാത്രിയുടെ മറവിൽ ഈ റീലിട്ട് മെസ്സേജുകൾ കൈകാര്യം ചെയ്യുന്നത്? ഈ മൻ കി ബാത്ത് ഒരു ശീലമായി പോയതുകൊണ്ടാണോ, അതോ തിരിച്ച് ചോദ്യം വരുമെന്ന് ഭയക്കുന്നത് കൊണ്ടാണോ? എന്താണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റീലിൽ മാത്രമേ നമ്മളിപ്പോൾ കാണുന്നുള്ളൂ. ഇൻ റിയാലിറ്റി പാർലമെന്റിലില്ല. എന്തിന് പാർലമെന്റ് എന്നതാണ് സംഭവം.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ റീലിനെ ഇൻസ്റ്റാഗ്രാമിനെ പാർലമെന്റ് ആക്കിയ പ്രധാനമന്ത്രി എന്ന കുപ്രസിദ്ധി കൂടി ഒരുപക്ഷെ ഇനി നരേന്ദ്രമോദിയെ തേടി വരും.